സ്വാഗതം. സ്പെഷ്യൽ വീഡിയോയാണ്. അപ്പൊ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ എന്റെ ഇൻട്രോ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ ഉണ്ടാക്കി എന്റെ വീഡിയോ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ പറ്റി കിടക്കാച്ച വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അപ്പം ഇൻട്രോ അടിപൊളി ഇൻട്രോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കിടക്കാച്ച ഇൻട്രോസ് ഒക്കെ ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോണേക്കാളും അതിപ്പോഴെന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം. തുറല്ല ബെല്ലൈക്കൻ കൂടെ തന്നെ കിടക്കാച്ച വീഡിയോസ് ഒന്നും നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് വീട്ടിലേക്ക് പോവാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോമിൽ വന്നിട്ട് റെൻഡർ ഫോറസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ വരുന്ന ഈ റെൻഡർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ എനേബിൾ ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊരു ഓപ്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രോ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന് പുതിയ ലോഗോ ഉണ്ടാക്കണമെങ്കിൽ ലോഗോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ വെബ്സൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഓപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ആ കാറ്റഗറി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറികളൊക്കെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല പല ഇൻട്രോ കാണാൻ സാധിക്കും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഇൻട്രോ. ഇത് നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇൻട്രോ നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഇൻട്രോ സെലക്ട് ചെയ്യുകയാണ്, റെൻഡർ ഫോറസ്റ്റ്. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഓപ്ഷനിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വേറെ കുറേ ഇൻട്രോസുകൾ കാണാൻ സാധിക്കും, അതിൻ്റെ പോലെ തന്നെ രീതിയിലുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ക്രിയേറ്റ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ക്രിയേറ്റ് നൗവിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊരു ലോഡിങ് ഓപ്ഷൻ വരും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇതായിരിക്കും ഇൻട്രോ ഉണ്ടാക്കേണ്ട പ്രധാന ഒരു സ്ഥലം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ യുവർ ലോഗോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ യുവർ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ലോഗോ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇത്രയും വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. ഓക്കെ, എനിക്ക് ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുക്കുമ്പോൾ അത് അവിടെ വരും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രോസസ്സിങ് ആവും ആ ലോഗോ സെറ്റ് ചെയ്തതിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിലിപ്പം ഈ ഉണ്ടായതുകൊണ്ട് 2 ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഞാൻ ഫസ്റ്റ് തന്നെ B4 ബുൾസ് നടിക്കുകയാണ്. B4 ബുൾസ്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഡീലുള്ള ഒരു സംഭവത്തിൽ ഞാനിപ്പോൾ സബ്സ്ക്രൈബ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ സോങ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതും അതിൻ്റെ ഒരു സ്പേസ് തന്നെയാണ്. ഫോണ്ട് മാറ്റാം. പിന്നെ നിങ്ങൾക്ക് ഇനി ഇതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്ന് വേണം. അതിനായിട്ട് ഇവിടെ ഒരു വീഡിയോയുടെ ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും. 2 ഓപ്ഷനുണ്ട്. ഒരെണ്ണം ഇവിടെ HD എക്സ്പോർട്ടും. അതിന് പൈസ കൊടുക്കേണ്ടി വരും. വാട്ടർമാർക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇതിന് പൈസ കൊടുക്കേണ്ടി വരും. ഏകദേശം 1499 രൂപ കൊടുക്കണം. ഓരോ ക്വാളിറ്റികളനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നേരെ നമ്മുടെ തിരിച്ചതിലോട്ട് തന്നെ വരാം. ഇപ്പോൾ നമ്മൾ തിരിച്ചതിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫ്രീ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിലൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് പ്രോസസ്സിങ് ആവും. ഓക്കെ, നമുക്ക് ഇതേപോലെ ഒരു ഓപ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ അടിയിലുള്ള ഈ 2 ഓപ്ഷനും ജസ്റ്റ് എനേബിൾ ചെയ്തിടാൻ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് എക്സ്പോർട്ടായി കിട്ടുന്നതാണ്. അത് നെറ്റിന് സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എക്സ്പോർട്ടായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് എക്സ്പോർട്ട് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എക്സ്പോർട്ടിംഗ് ഒക്കെ സക്സസ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇൻട്രോ ജസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സൈഡിലായിട്ട് ഒരു ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇതേപോലെ ഓപ്ഷൻ വരും. ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഡൗൺലോഡ് ആകുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ലോഗോ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് ജസ്റ്റ് ബാക്ക് അടിക്കുക. ഓക്കെ, നമ്മൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നേരത്തെ ഇത് ഡൗൺലോഡായി. ഓക്കെ, ഇനി നമുക്ക് ഇത് ലോഗോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ബാക്ക് അടിച്ച് വരിക. ഓക്കെ, ഇനി ഏറ്റവും ഇത് ഫസ്റ്റ് തന്നെ ഹോം പേജിലേക്ക് വന്നതിന് ശേഷം ലോഗോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. ഓക്കെ, അപ്പം ഇവിടെ എൻ്റർ യുവർ ബ്രാൻഡ് നെയിം അങ്ങനെ ഓപ്ഷൻ ഉണ്ട്.
ഓക്കെ, ആ ഒരു ഓപ്ഷനിൽ നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ എങ്ങനത്തെ ആയിരിക്കണം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം കുക്കിംഗ് ചാനലൊക്കെ ആണെങ്കിൽ കുക്കിങ്ങിൻ്റെ ലോഗോസൊക്കെ വരും. ഇത് ഞാനിപ്പോൾ B4 Bulls തന്നെ അടിക്കുകയാണ്. ഞാൻ ഇതിൽ തന്നെയാണ് ലോഗോ, എൻ്റെ ലോഗോ ഉണ്ടാക്കിയതൊക്കെ. ഇനി ഗെറ്റ് മൈ ലോഗോ എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഓപ്ഷനിലായിരിക്കും വരുന്നത്. നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാനാണ്. ഞാനിപ്പോൾ ഈ അടിയിൽ ഏറ്റവും അടിയിലത്തെ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. സ്റ്റൈലാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എങ്ങനത്തെ രീതിയിൽ വേണം എന്നുള്ളതാണ് അവിടെ ആ ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലോഡായി വരുമ്പോൾ നിങ്ങൾക്ക് ഈ ബുൾസിനെ പറ്റിയിട്ടുള്ള സംബന്ധിച്ചുള്ള കുറേ കാളുകളുടെ ചിത്രങ്ങൾ, അങ്ങനത്തെ ഓരോ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്താ ഇവിടെ ഒരു മൂന്ന്. ഓക്കെ, അപ്പോൾ ഇതാ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഈ ആദ്യം കാണുന്ന ഈ ഒരു ചിഹ്നമായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു കഴുകൻ്റെ മൂങ്ങിയ കഴുകനെ എടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ആൻഡ് ഡൗൺലോഡ്. ഓക്കെ, ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഓപ്ഷനിലായിരിക്കും വരാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലോഗോവും പിന്നെ നിങ്ങളുടെ ഒരു നെയിമും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ഐക്കൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, കളർ നിങ്ങൾക്ക് ഇനി മാറ്റണമെങ്കിൽ മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കണ്ടില്ല, ഇപ്പോൾ ഇതിൻ്റെ കളർ അതിനനുസരിച്ച് മാറുന്നുണ്ട്. ഓക്കെ, ഇനി ഡണ്ണ് കൊടുക്കാൻ നിങ്ങൾക്ക് ഇനിയല്ല ഈ B4 Bulls. അപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ പേരെന്താണോ അത് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഇനി ഫോണ്ടിൻ്റെ സ്റ്റൈലൊക്കെ ഉണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഇടാണ്. ഓക്കെ, അതിട്ടതിന് ശേഷം എന്താ ഇവിടെ ബാക്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഫോണ്ട് നട്ട് നിങ്ങൾക്ക് ഇവിടെ വരുന്നതാണ്. ഓക്കെ, ഇത്ര ഉള്ളൂ ഗൈസ്, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഫോണിൽ കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം. ഇനി ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ പോലെ തന്നെ ഡൗൺലോഡായി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ലോഗോവും ഇൻട്രോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രോ കാണിച്ചു തരാം. അപ്പോൾ ഇൻട്രോ കാണിച്ചു തരാം. അതിനേക്കാളും മുമ്പ് അവിടെ ഒരു അവരുടെ ഒരു വാട്ടർമാർക്ക് ഉണ്ടാവും. ആ ഒരു വാട്ടർമാർക്ക് കൂടി എങ്ങനെ റിമൂവ് ചെയ്യുന്ന കാണിച്ചു തരാം. വളരെ ഈസിയാണ്. ഓക്കെ, ഇനി ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റേഷ്യോ ഒക്കെ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം എന്താ സാധാ നിങ്ങളെങ്ങനെയാണ് എടുക്കുന്നത് അതേപോലെ എടുത്തതിന് ശേഷം എന്താ ഇവിടെ ഇൻട്രോ ഒക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻട്രോ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻട്രോ. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയായിരിക്കും, അടിപൊളിയാണോ ബോറാണോ എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ല ഗൈസ്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻട്രോ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ സൈഡിലുള്ള വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ആ ഒരു വാട്ടർമാർക്ക് വരുന്ന സ്ഥലം കൊണ്ട് അവിടെ വെച്ചതിന് ശേഷം ലൈബ്രറി പോയിട്ട് വീഡിയോ പോവാം. അതിനുശേഷം ഏത് ബാക്ക്ഗ്രൗണ്ടാണ് അവിടെ നിന്നേക്കണത് അതെടുക്കാൻ. ഞാനിപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. ഇതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്. വലിയ പാടൊന്നുമില്ല. ഒക്കെ എന്നിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടിങ്ങനെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ടർമാർക്കും ഏകദേശം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഒരു വാട്ടർമാർക്ക് അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടി ചെറിയൊരു ട്രിക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രോപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷേപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിളിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷനിൽ നമുക്കിത് കിട്ടുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് ഇരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളത് സെറ്റ് ചെയ്തതിൽ കുറച്ച് പണിയുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് ഞങ്ങളാവണം, എന്നാലത് ചെയ്യുമ്പോൾ അതിന് രസം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ക്രോപ്പിങ്ങിൻ്റെ പണി കഴിഞ്ഞെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചരിച്ചതിന് ശേഷം അത് എങ്ങനെയാണോ അതിൻ്റെ ലെവലിൽ കൊണ്ടിങ്ങനെ വയ്ക്കാം. ചെയ്യാവുന്നതാണ്, വളരെ ഈസിയാണ്. നിങ്ങൾക്കപ്പോൾ നമ്മൾ ജസ്റ്റ് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കിടക്കാച്ചിട്ട് ഇങ്ങനെ ഒരു ഇൻട്രോ ഉണ്ടാക്കാൻ പറ്റിയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇൻട്രോ ഉണ്ടാക്കണം. അടിപൊളി ഇൻട്രോ ഉണ്ടാക്കി യൂട്യൂബിലേക്ക് ഇടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു കിടക്കാച്ചി വീഡിയോ ഇഷ്ടമായിരുന്നു. ഇപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു വെബ്സൈറ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ എന്ന ഒരു ആപ്പാണ്. ഇവിടെ നിങ്ങൾ ചെന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലത്തെ കിടക്കാച്ചി വീഡിയോ ആയിട്ട് ഇനിയും വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന പ്രതീക്ഷ ഇസ്മിയ കൃഷിയിലായിരിക്കും. ബൈ.